CBSE 10th ഫിസിക്സിൽ ഈ വർഷം നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലേ. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ മിസ് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. അപ്പം ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ഫിസിക്സിലെ ടോപ്പിക്സ് ആണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടോട്ടലി നമുക്ക് ഫിസിക്സിൽ 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, അതേപോലെ തന്നെ ദി ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്, പിന്നെ വരുന്ന 3ാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി ആൻഡ് 4ാമത്തെ ചാപ്റ്ററാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. വളരെ സിമ്പിൾ ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ 4ഉം. സിമ്പിൾ ആണ്, പേര് കാണുമ്പോൾ എന്തോ വലിയ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് വിചാരിക്കുമെങ്കിലും ആദ്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, കാരണം ഫസ്റ്റ് നിങ്ങൾ കാണല്ലേ. പക്ഷേ അവസാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ 4ഉം. ഇതിലത്തെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഓൾറെഡി മിസ് 1 ഷോട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. അത് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണാം. അപ്പോൾ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇനി ഓരോ ചാപ്റ്റേഴ്സിലെയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ NCERT 2025-26 നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എന്താണ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നോക്കാം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നോക്കുക, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ കർവ്ഡ് സർഫസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർവ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് എന്താ വരുന്നത്, കോൺവെക്സ് മിററും കോൺകേവ് മിററും ആണ് കയറി വരുന്നത്. ഇനി അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കൂ, ഇമേജ് ഫോംഡ് ബൈ ദ സ്ഫെറിക്കൽ മിറേഴ്സ്, അതായത് കോൺകേവ് മിററിൻ്റെയും അതുപോലെ തന്നെ കോൺവെക്സ് മിററിൻ്റെയും എന്താണ് ഇമേജ് ഫോർമേഷൻ ആണ് അവിടെ പഠിക്കുന്നത്. ഇനി അതിനുശേഷം ഓരോ ഒരു മിറർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്, പാർട്സ് ഉണ്ട് അല്ലേ. അതാണ് ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കൽ ലെങ്ത് അല്ലെ. അതൊക്കെ എന്താണ് മിറേഴ്സിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അതിനുശേഷമാണ് മിറർ ഫോർമുല, അതായത് ഒരു മിററിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസും തരുവാണെങ്കിൽ അത് ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ന്യൂമറിക്കൽസ് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മിറർ ഫോർമുല. നിങ്ങൾക്ക് ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ, ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, ഇനി അടുത്തതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗവും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് ലോ ഓഫ് റിഫ്രാക്ഷൻ, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി അതേപോലെ തന്നെ റിഫ്രാക്ഷനിൽ നമുക്ക് ലെൻസിനെ പറ്റി പഠിക്കാനുണ്ട്. അതാണ് അടുത്ത ഭാഗമായിട്ട് വരുന്നത്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്ഫെറിക്കൽ ലെൻസ്. അപ്പോൾ ലെൻസ് എന്ന് പറയുമ്പോൾ അവിടെയും എന്തുണ്ട്, കോൺവെക്സ് ലെൻസും ഉണ്ട്, അതേപോലെ തന്നെ കോൺകേവ് ലെൻസും ഉണ്ട്. ഇനി അതിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാംസും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, മിറർ പഠിച്ച പോലെ തന്നെയാണ്, അത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാംസും ഒക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയണം. അടുത്തത് നമ്മൾ മിറർ ഫോർമുല പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്, ലെൻസ് ഫോർമുലയുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന, മിറർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെൻസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇനി അതിനുശേഷം ഇതിനും ഡെറിവേഷൻ ഇല്ല കേട്ടോ. പിന്നെ ലെൻസിന്റെ മാഗ്നിഫിക്കേഷനെ പറ്റി പഠിക്കാനുണ്ട്. ദെൻ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരികയാണ് അല്ലേ, ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ അവിടെ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഹ്യൂമൻ ഐൻ്റെ ലെൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഐൻ്റെ കുറച്ച് പാർട്സിൻ്റെ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നോക്കുക, ഫങ്ഷനിങ് ഓഫ് ലെൻസസ് ഇൻ ഹ്യൂമൻ ഐ. അതിൽ ഐറിസ്, കോർണിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിനെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മുടെ കണ്ണിന് പറ്റുന്ന കുറച്ച് ഡിഫക്ട്സിനെ പറ്റിയിട്ടാണ് അതായത് ഇപ്പോൾ ഷോർട്ട് സൈറ്റ്നസ്, ലോങ് സൈറ്റ്നസ്, പ്രസ് ബയോപ്പിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാറ്ററാക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് എന്തുണ്ട് ഡിഫക്ട്സ് ഉണ്ട്. ആ ഡിഫക്ട്സ് അതിൻ്റെ റേ ഡയഗ്രാംസ്, അതേപോലെ തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ലെൻസ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്, അതായത് സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെയും അതേപോലെ തന്നെ ലെൻസസിൻ്റെയും കുറച്ച് ആപ്ലിക്കേഷൻസും കൂടെ നമുക്ക് അവിടുന്ന് പഠിക്കാനുണ്ട്. ഇനി
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അതേ ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് പോർഷനായിട്ട് വരുന്നതാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടത്തി വിടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തെന്നാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റിനെ, വൈറ്റ് ആയിട്ടുള്ള ലൈറ്റിനെ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ അത് വിബ്ജിയോർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡിസ്പെർഷൻ എന്ന് പറയാൻ. നന്നായിട്ട് മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ഡോണ്ട് വറി. അടുത്തതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റിൻ്റെ സ്കാറ്ററിങ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ്, അതായത് ഈ സ്കാറ്ററിങ് കാരണം നമുക്ക് ചുറ്റും ഉണ്ടാവുന്ന കുറച്ച്, അതായത് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ കാണാനുള്ള കാരണം എന്താണ്, നമ്മുടെ സ്കാറ്ററിങ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ ഫുൾ ഓൺ സെറ്റ്. ഇനി അടുത്തതിലേക്ക് വരികയാണ്, മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ് ഇലക്ട്രിസിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, പക്ഷെ കുറച്ച് അധികം പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. നോക്കാം. ആദ്യം എന്താണ് ഇലക്ട്രിക് കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ട് എന്താ ഓംസ് ലോ വരുന്നുണ്ട്. റെസിസ്റ്റൻസിനെ പറ്റിയും റെസിസ്റ്റിവിറ്റീനെ പറ്റിയും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ടും അതേപോലെ തന്നെ പാരലൽ ആയിട്ടും വെക്കുമ്പോൾ കുറച്ച് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ്. നമുക്കറിയാം ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നുണ്ട് അല്ലേ, അപ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, ജൂൾസ് ലോ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ജൂൾസ് ലോ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പവർ, ഇലക്ട്രിക് പവർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇൻ റിലേഷൻ ബിറ്റ്വീൻ പി വി ഐ ആർ, അതായത് അവർ തമ്മിലുള്ള ഒരു ബന്ധം, പിയും വിയും ഐയും ആറും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയും പഠിക്കാനുണ്ട്. ഇനി അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ അവിടെ തീർന്നു. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഫീൽഡ് ലൈൻസിനെ പറ്റിയിട്ട് ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പഠിക്കും. അതിൻ്റെ ഒരു സർക്കുലർ ആയിട്ടുള്ള കോയിലിലൂടെ കറണ്ടിനെ കടത്തി വിടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പഠിക്കും. പിന്നെ സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിസ് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ എന്തൊക്കെയോ പറയുന്നതെന്ന് തോന്നും, ബട്ട് ഇത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാവും കേട്ടോ. അതൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഒരു ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ കണ്ടക്ടർ മൂവ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് റൂൾസ് ആണ്. അതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. വെരി സിമ്പിൾ ആണ്, ഡോണ്ട് വറി. പിന്നെ അതിനുശേഷം നമ്മളുടെ എ സി ആൻഡ് ഡി സി, അതായത് ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും തമ്മിലുള്ള ബന്ധം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ വീട്ടിൽ വയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മുടെ വയറുകളിലൂടെ കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കറണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഡൊമസ്റ്റിക് സർക്യൂട്ട്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്സും കൂടെ പഠിച്ചാൽ നമ്മുടെ CBSE 10th ഫിസിക്സ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കുറേ പുതിയ ടേംസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, അയ്യോ എന്തോ ഭയങ്കര കാര്യമാണെന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് അങ്ങനെയൊന്നും അല്ല, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഓൾറെഡി പഠിച്ചു തുടങ്ങണം എന്നുണ്ട്, യൂട്യൂബ് വരെ കാത്തിരിക്കണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെക്കോർഡഡ് ലേണിംഗ് വീഡിയോസ്, അതിൻ്റെ നോട്ട്സ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 4999 ആണ് ഫീസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടികളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കും ബാച്ചിൽ അംഗമാവണം, അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് അഡ്മിഷൻ എടുക്കാം. ആൻഡ് ഈ വർഷത്തെ ഫിസിക്സ് നമ്മൾ ഫുൾ ഓൺ സെറ്റാക്കും. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് A1 വാങ്ങിക്കാൻ വേണ്ടി പറ്റും, മിസ് ഫിസിക്സിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വൺ ഷോട്ട് ആയിട്ട് നമ്മൾ യൂട്യൂബിലും ഒക്കെ കാണും. സോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.